വീണ്ടും ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം. സമാനതകളില്ലാത്ത തിരക്ക് അനുഭവപ്പെടുകയാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത്. ഇപ്പോൾ പൊങ്കാല വേവിച്ചതിന് ശേഷം അത് നിവേദിക്കാനായി മാറ്റിവെച്ച് അവസാനം ഒരിക്കൽ കൂടി ദർശനം തേടാനായി എല്ലാവരും ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. ദൂരനാടുകളിൽ നിന്ന് എത്തിയവർ, രാവിലെ എത്തിയവരൊക്കെ ദർശനത്തിനായി മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു രേണുക, പൊങ്കാല എല്ലാം എല്ലാവരുടെയും നിവേദ്യമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. ഇനി നിവേദിച്ചാൽ മാത്രം മതി. എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവരൊരു ഒന്ന് റിലാക്സ് ചെയ്യുന്ന, ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവിടെ പണ്ടാരടുപ്പിലും എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി നിവേദിക്കുക എന്നൊരു സമയം മാത്രമാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കുത്തിയോട്ടത്തിനായി തയ്യാറായിട്ടുള്ള ബാലന്മാരെയാണ്. ഇന്ന് വൈകുന്നേരമാണ് കുത്തിയോട്ടമുള്ളത്. ഇതിപ്പോഴുള്ള ചടങ്ങ് ഇവര് അല്പസമയം മുമ്പ് തന്നെയാണ് ക്ഷേത്രക്കുളത്തിൽ കുളിച്ചതിന് ശേഷം അവരുടെ കയ്യിലിരിക്കുന്ന ആ കിണ്ടി, അതിൽ വെള്ളമെടുത്ത് ദേവിക്കായി സമർപ്പിക്കും. അതിനുശേഷം ഇവർ ഉള്ളിലേക്ക് പോകും. 588 ബാലന്മാരാണ് ഇത്തവണ കുത്തിയോട്ടത്തിനായി തയ്യാറെടുത്തിരിക്കുന്നത്. 7 നാൾ വ്രതം നോച്ച് 1008 നമസ്കാരങ്ങൾ പൂർത്തിയാക്കിയ പണ്ടാരവട്ടം ഉൾപ്പെടെ 582 കുത്തിയോട്ട ബാലന്മാരാണ് ആറ്റുകാൽ അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പിന് അകമ്പടിയായി ഇത്തവണ പോവുക. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലെ നിരവധി ഉത്സവങ്ങളിൽ തിടമ്പേറ്റിയ തലപ്പൊക്കമുള്ള പാറന്നൂർ നന്ദനാണ് ഇത്തവണ ആറ്റുകാൽ അമ്മയുടെ തിടമ്പേറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചന്ദ്രഗ്രഹണം കഴിഞ്ഞ രാത്രി 7-ന് ക്ഷേത്രനട തുറന്നാൽ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും കുത്തിയോട്ടത്തിലുള്ള ചൂരൽകുത്ത് ആരംഭിക്കുക. ഇന്ന് പൂർത്തിയാകുന്ന മുറയ്ക്ക് പുറത്തെഴുന്നള്ളിപ്പ് ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ പുറത്തെഴുന്നള്ളിപ്പിന് അകമ്പടി പോകേണ്ടുന്ന കുത്തിയോട്ട വ്രതക്കാരാണ്. 7 നാൾ വ്രതം നോറ്റ കുത്തിയോട്ട വ്രതക്കാരാണ് 582 കുട്ടികൾ. അവർ ദർശനത്തിനായി കാത്തു നിൽക്കുന്നതാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത്. അതേസമയം ഇവരുടെ ദർശനമുള്ളത് കൊണ്ട് തന്നെ ഇനിയും കാത്തു നിൽക്കേണ്ടുന്ന അവസ്ഥയാണ് ഈ പൊങ്കാല ഇട്ടതിന് ശേഷം ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചുള്ളത്. അവരും ഒരിക്കൽ കൂടി ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം, ക്ഷേത്രം 3:10 അടയ്ക്കും. അതിനുശേഷം 7 മണിക്ക് മാത്രമേ ഇനി ദർശനം അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ആറ്റുകാൽ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള വലിയ തിരക്കാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് മറ്റാളുകളിലേക്ക് കൂടി പോകാം. ഒരുപാട് പേർ ക്ഷേത്ര ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ പട്ടൊക്കെയായിട്ട് വന്നിരിക്കുന്നത്? ക്ഷേത്രത്തിലേക്കാണ് ദേവിക്ക് സമർപ്പിക്കാനാണ്. അങ്ങനെ നേർച്ച വലുതുമാണോ? മനസ്സിന്റെ സമർപ്പണം. ഇവിടെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ പട്ട്. അതെ, ഇതെന്താ പട്ടൊക്കെയായിട്ട്? അമ്മയ്ക്ക് കൊടുക്കാനായിട്ട്. നേർച്ചയാണോ? വിചാരിച്ച് പൊങ്കാല ഇട്ടോ? എവിടെ ഇട്ടെ? അടുത്ത് തന്നെ ഒരു വീട്ടിൽ പൊങ്കാല തിളപ്പിച്ചു, മറ്റ് പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി. അതിനുശേഷം ദർശനത്തിനായി എത്തിയതാണ്. അപ്പോ പട്ടുമായാണ് അമ്മ ആറ്റുകാൽ അമ്മയെ കാണാൻ പോകുന്നത്. പട്ടാണ്, നേർച്ചയാണ്. അപ്പോൾ അമ്മയ്ക്ക് നൽകാനാണ് ചുവന്ന പട്ട് ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരും ചുവന്ന ഡ്രസ്സുകളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചുവന്ന പട്ട് അമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇവിടെയൊക്കെ ദർശനത്തിനായി എത്തിയ ഒരുപാട് പേര് നമുക്ക് കാണാം. പൊങ്കാലിട്ട് ശേഷം ദർശനം കഴിഞ്ഞു. തിരിച്ച് പൊങ്കാലയുടെ സ്ഥലത്തേക്ക് എത്താനായിട്ട് കാത്തു നിൽക്കുകയാണ്. നല്ല തിരക്കാണ് അല്ലേ? അതെ. ഒരേ കളർ. ഇന്ന് സാധാരണ ഞാൻ പൊങ്കാല മാത്രമേ. എത്ര വർഷമായി? ഇത് 3ാമത്തെ വർഷം. ഓരോ വർഷവും ഭക്തി കൂടുതലാണ്. ഭക്തി കൂടുതൽ, ദേവിയുടെ ഒരു പ്രഭാവം നമ്മളിലേക്ക് കൂടുതലായി എത്തപ്പെടുന്നതായിട്ട് തോന്നുന്നു. ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു. അതെ അതെ. ഓരോ വർഷം വരുമ്പോഴും പുതുമയാർന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൊങ്കാലിട്ട് കഴിഞ്ഞോ? പൊങ്കാലിട്ട് കഴിഞ്ഞു. എത്ര വർഷമായി വരുന്നുണ്ട്? ഇപ്പൊ 2ാമത്തെ വർഷമാണ്. എവിടെയാ പൊങ്കാലിട്ടത്? പൊങ്കാല മുൻതൽ ക്ഷേത്രത്തില്. അതൊരു ഭാഗ്യാണല്ലോ. അപ്പൊ എത്ര നാളായി ഇത് പിടിച്ചിട്ടിട്ട്? കുറച്ച് മകൻ ഇവിടെ ഉണ്ട്. അപ്പൊ എളുപ്പമായി. അമ്മയുടെ നടയുടെ അടുത്ത് തന്നെ പൊങ്കാല ഇടാൻ കഴിഞ്ഞത്. എങ്ങനെ, നല്ല തിരക്കുണ്ടായിരുന്നു തൊഴാൻ? എന്നാലും കുഴപ്പമില്ല. നല്ല ദർശനമൊക്കെ നല്ല സുഖകരമായിട്ട് ഇരിക്കും. എവിടെന്നാ വരുന്നത്? കോഴിക്കോടുന്ന്. അപ്പൊ ഇന്ന് തന്നെ തിരിച്ചു പോകും? ഇല്ല, നാളെ മകന്റെ അടുത്ത് നിന്ന് നാളെ തിരിച്ചു പോകും. ശരി. അങ്ങനെ കോഴിക്കോട് നിന്ന് വന്ന ആളുകളെയാണ് നമ്മൾ സംസാരിച്ചത്. ജില്ലയുടെ എല്ലായിടത്തും ഇന്നലെ നമ്മൾ കണ്ടപ്പോ രേണുക, വിദേശത്തു നിന്ന് വരുന്നവരുണ്ട്. അവർ ഈ ദിവസം നോക്കി അവധിയെടുത്ത് പൊങ്കാല ഇട്ട ശേഷം തിരിച്ചു പോകാനുള്ളൊരു ആഗ്രഹത്തിൽ വരുന്നവരുണ്ട്. അങ്ങനെ എല്ലാവർക്കും ആറ്റുകാൽ അമ്മ എന്ന് പറയുന്നത്, പൊങ്കാല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടിച്ചേരാനുള്ള ഒരു അവസരം കൂടിയാണ്. അത് ആരും മിസ് ചെയ്യുന്നില്ല. അവർ ആ ദിവസം കാത്തിരുന്ന് അവിടേക്ക് എത്താനുള്ള ശ്രമമാണ്. എവിടെ നിന്നാ വരുന്നേ? കരുനാഗപ്പള്ളി. ഞാൻ ചോദിക്കുന്നത് ഞങ്ങള് രാമല്ലാക്കൽ ഹരിപ്പാട്.
പൊങ്കാലയിട്ടോ? പൊങ്കാലയിട്ട് എവിടെ ഇട്ടേ? ഞങ്ങളുടെ മല്ലിയിടം മണക്കാട്. അവിടുന്ന് ഇപ്പൊ ദർശനത്തിനായി വന്നതാണ്. രാവിലെ വന്നായിരുന്നോ? ഇന്നലെ ഇന്നലെ ദർശനം നടത്തിയോ? അപ്പൊ ഇനി അവസാനമായിട്ട് ഒരുക്കി കാണാൻ വന്നതാ. ഏതൊക്കെ പലഹാരം ഇട്ട്? ഞങ്ങള് മണ്ടപ്പുറ്റിട്ട് പിന്നെ പൊങ്കാല പായസം തെരല് പുഴുങ്ങി അപ്പോ തെരളിയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വരുന്ന വഴിയിലൊക്കെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിൽ സദ്യയും മറ്റുമൊക്കെ ഒരുക്കുന്നുണ്ട്. വെജിറ്റബിൾ ബിരിയാണി മീൽസ് ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിനും ഭക്ഷണത്തിനും ഒന്നും യാതൊരു തടസ്സവുമില്ല. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വ്രതം നോറ്റവരൊന്നും ചിലപ്പോൾ രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ്ഡ് ആയി ഒന്നുകൂടി ദർശനത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വലിയ തിരക്കാണ് ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് നമ്മൾ കാണുന്നത്. രേണുക, നമ്മളോടൊപ്പം ഇപ്പൊ അനുശ്രീ ചേരുന്നുണ്ട്. അനുശ്രീ പറയൂ, അവിടെ എന്തൊക്കെയാണ് വിശേഷം? പുക കൊണ്ട് അനുശ്രീയും ക്ഷീണിച്ചിരിക്കുകയാണോ? എന്നാലും അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കൂടിയല്ലേ. എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? തീർച്ചയായും ഇവിടെ ഇപ്പൊ എല്ലാരും പൊങ്കാലിട്ട് കഴിഞ്ഞു. ഏകദേശം എല്ലാവരുടെയും പൊങ്കാലിട്ട് പൂർത്തിയാവാനായി. ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ചുറ്റുമുള്ള ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. എല്ലാവരും ഭക്ഷണം കഴിച്ച് തണലത്ത് വിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും നേരം വെയിലത്ത് നിന്നായിരുന്നു എല്ലാവരും പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോ പൊങ്കാലൊക്കെ ഇട്ട് ഏകദേശം പൂർണ്ണമായി ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുന്ന ഒരു സമയമാണിപ്പോൾ. വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഏകദേശം പൂർണ്ണതയോട് തന്നെ അടുക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം എല്ലാവരും ഇത്രയും നേരം വെയിലത്തായിരുന്നു, വിശ്രമിക്കാനുള്ള ഒരു സമയമാണിപ്പോൾ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു ഇന്നത്തെ പൊങ്കാലയുടെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ. എവിടുന്ന് വരുന്നേ? എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ പൊങ്കാല? പൊങ്കാല ഇട്ടു? അമ്മയാണല്ലേ? അമ്മയുടെ കൂടെ വന്നതാണ്? അതെ. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ല, ഞാൻ എല്ലാ വട്ടവും വരാറാണ്. ഇത്തവണ കുറെ ആൾക്കാരുള്ളത് പോലെ തോന്നിയോ എല്ലാ തവണത്തേനെക്കാട്ടിലും? ഇല്ല, എല്ലാ പ്രാവശ്യം പോലെ. അതാണ് എല്ലാ തവണയും വരുന്ന ആൾക്കാരുണ്ട്, ആദ്യമായിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു അമ്മ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാണ്. ആഹാരം കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ പൊങ്കാല? ഒരു കുഴപ്പമില്ല, നല്ലതായിരുന്നു. കുറച്ച് സമയത്ത് വെള്ളമൊക്കെ കിട്ടിയല്ലേ? കിട്ടി, ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എന്തൊക്കെ ഇത്തവണ പൊങ്കാലയ്ക്ക്? തെരളി പൊങ്കാല പായസം ഇട്ടില്ല, കാരണം എല്ലാം മധുരം ഇല്ലേ, ഷുഗറും കൂടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ പായസം വെച്ചില്ല. മോള് പായസം ഉണ്ട്. എവിടുന്ന് വരുന്നത്? നെടുമങ്ങാട്. എല്ലാ തവണയും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. ഇവിടെ തന്നെയാണ് എല്ലാ തവണയും പൊങ്കാല? മിക്ക ദിവസം ഇവിടെ തന്നെ. കഴിഞ്ഞതിന് മാത്രം എനിക്ക് അവിടെ കിട്ടി. വെയിറ്റ് ഇവിടെ ഭയങ്കര ആളായിരുന്നു. ഈ പ്രാവശ്യം ആള് കുറവായിരുന്നു ഇവിടെ. ഞാൻ വന്നതിന് ശേഷമാണ് പിന്നെ ആള് വന്നു. അപ്പം പിന്നെ ഓരോരുത്തരായിട്ട് ഒരു രീതിയാണ് കിട്ടി. അമ്പലത്തിലേക്ക് പോയിരുന്നു? ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോയിരുന്നു? ഞങ്ങള് എല്ലാ പ്രാവശ്യവും തുടങ്ങുന്നതിന്റെ പിറ്റേന്ന് അല്ലെങ്കിൽ 3-ന്റെ അന്ന് പോയി തൊഴും. കുടുംബത്തോടെ പോയി തൊഴും. അനുഗ്രഹമായിട്ടാണ് പൊങ്കാലയ്ക്ക് വരണത്. ഇവിടെ ആരൊക്കെയാ വന്നത്? ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ഭർത്താവുണ്ട്, മരുമോണ്ട്, മോള്, ചെറുമോള്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.